വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് എന്നെ ഈ ട്രഡീഷണൽ ലുക്ക് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയോ അണിഞ്ഞൊരുങ്ങി പോവുകയാണെന്ന്. യെസ്, ഞാൻ ഒരു ഭയങ്കര കുറേ കാലമായിട്ട്, എക്സാക്ട്ലി പറയുന്ന ഒരു 3 വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവം അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു ഫുഡ് ഐറ്റം ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അധികം മുഖവര തരുന്നില്ല. ഞാൻ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വള്ളസദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ. വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ലൈക്ക് ഈ ഒരു വള്ളസദ്യ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. കഴിഞ്ഞ വർഷം ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് ഡേറ്റ് വരെ കൺഫേം ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ വർഷം എനിക്ക് തോന്നുന്നു ദൈവമായിട്ട് തന്നെ ഇങ്ങോട്ടൊരു ചാൻസ് തന്നു. അങ്ങനെയാണ് എനിക്കിന്ന് പോകാൻ പറ്റുന്നത്. അമ്പലത്തിൽ പോകാനും ഭഗവാനെ കാണാനും അതുപോലെ വള്ളസദ്യ കഴിക്കാനും ഒക്കെ. അതും നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത് ഇന്നത്തെ വള്ളസദ്യയുടെ സ്പോൺസേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പം ശരിക്കും ഭഗവാൻ തന്നെ ഒരു നിമിത്തമായി എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്ന് പോകാൻ. വള്ളസദ്യനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വള്ളസദ്യയുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും ഞാനായിട്ട് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിലും 60+ കൂട്ടം കറികളോടുകൂടി അതുപോലെ വള്ളക്കാർക്ക് പാട്ട് പാടി അവരെ ലൈക്ക് വെൽക്കം ചെയ്ത് അവർക്ക് ഫീസ്റ്റാണ് ഈ ഒരു വള്ളസദ്യ എന്ന് വെച്ചാൽ. ഒരു സിമ്പിളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് എൻ്റെ ഒരു ഐഡിയ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്നെ തിരുത്തുക. കാരണം എനിക്ക് ലിമിറ്റഡ് നോളജ് ഉള്ളൂ ഇതിനെക്കുറിച്ച്. പക്ഷേ കുറേ കാലമായിട്ട് കുറേ ആളുകളുടെ നിന്ന് കേട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു വള്ളസദ്യ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് ഭഗവാനായിട്ടൊരു ചാൻസ് തന്നു എനിക്ക് വള്ളസദ്യ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാം, യൂഷ്വലി ഞാൻ ഈ സിന്ദൂരവും അല്ലെങ്കിൽ ഇങ്ങനത്തെ ആഭരണങ്ങളൊന്നും ഇട്ട് നടക്കുന്ന ഒരാളല്ല. ഭയങ്കര സിമ്പിളായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പം ഇന്ന് ഞാൻ കുറച്ചൊന്ന് മേക്കപ്പ് ഇട്ടു അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇങ്ങനെ ഒരു ട്രഡീഷണൽ ലുക്ക് പിടിച്ചതിൻ്റെ റീസൺ എപ്പോഴും ട്രഡീഷണൽ ആയിട്ടാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ച് പോകുന്ന ഒരു സംഭവമാണ്. എന്താ പറയുക, പോകുന്നതിന് മുന്നേ മനസ്സൊക്കെ നിറഞ്ഞു പോകുന്നൊരു സംഭവമാണ് കേട്ടോ. കാരണം ഒരു കഴിഞ്ഞ വർഷം എനിക്ക് അത്രയ്ക്ക് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കും. അപ്പോൾ ഈ തവണയും ആക്ച്വലി ഇന്ന് ഇതേ ഡേറ്റിന് കഴിഞ്ഞ തവണ ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ പ്ലാൻ ചെയ്തു. പക്ഷേ ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി നിശ്ചയിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് അസൗകര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ മാറ്റി വച്ചേക്കുമായിരുന്നു. പക്ഷേ ഇതേ ദിവസം തന്നെ ഭഗവാൻ എനിക്ക് അവിടെ പോകാനൊരു സാഹചര്യം ഒരുക്കി തന്നു. എനിക്ക് ഒരു ഇൻവിറ്റേഷൻ ഇങ്ങോട്ട് കിട്ടി. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാനായിട്ട്. നമുക്ക് എന്താ പറയുക, അപ്പം നമുക്ക് വള്ളസദ്യ കാണാനും വള്ളസദ്യ കഴിക്കാനും അവിടുത്തെ ചടങ്ങുകളൊക്കെ കാണാം. ഓക്കെ, ഞങ്ങളോട് അവിടെ ഒരു 10-10:30 ആകുമ്പോൾ എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ അവിടുത്തെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മിസ്സായി പോകുമല്ലോ. പക്ഷേ എനിക്കറിയില്ല നമ്മൾ ആ ഒരു ടൈമിൽ അവിടെ എത്തുമോ എന്നുള്ളത്. ഓൾമോസ്റ്റ് ഒരു 3 hours ജേർണി ഉണ്ട് നമുക്ക് ട്രിവാൻഡ്രം ടു അവിടെ വരെ എത്താനായിട്ട്. അപ്പോൾ അറിയില്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭഗവാൻ എല്ലാം എന്താ പറയുക ഭംഗിയായിട്ട് നിറവേറ്റി തരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ യെസ്, ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. NH പണി നടക്കുന്നുണ്ട്. ഞങ്ങൾ MC റോഡ് വഴിയാണ് പോയത് കേട്ടോ. ഈ വീഡിയോസിൽ നിങ്ങൾക്ക് എൻ്റെയോ അല്ലെങ്കിൽ കൂടെ വന്ന ആൾക്കാരുടെ ഫേസസ് ഒന്നും അധികം കാണാൻ പറ്റില്ല. കാരണം ഞാൻ അവരുടെ ഒന്നും പെർമിഷൻ ചോദിക്കാതെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ഫേസസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ തെന്നിയും തെറിച്ചും വന്നാൽ സ്വാഭാവികം. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റോപ്പ് എടുത്തു ആര്യഭവനിൽ കൊട്ടാരക്കര. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങൾ ഇതുവരെ ഈ ഷോപ്പിൽ കയറിയിട്ടില്ലായിരുന്നു അതുവഴി പോകുമ്പോഴൊക്കെ. അപ്പം മസാല ദോശയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഫുഡിങ്. ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ഓൾസോ നല്ല ആംബിയൻസും നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് കത്തി റേറ്റ് ആയിരിക്കുന്നു. പക്ഷേ ഒരിക്കലും അല്ല, നോർമൽ നമ്മുടെ എല്ലാ കടകളിലും കാണുന്ന അതേ റേറ്റ് ആയിരുന്നു കേട്ടോ. ആൻഡ് ഓൾസോ അവരുടെ ആംബിയൻസിനെ കുറിച്ച് എടുത്ത് പറയണം, അടിപൊളിയായിരുന്നു. ആൻഡ് അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വിട്ടു. നെക്സ്റ്റ് സ്റ്റോപ്പ് വാസ് ആറന്മുള അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിരുന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു. പക്ഷേ നമുക്കെന്താ ഭയങ്കര സന്തോഷം തോന്നി അവിടെ എത്തിയപ്പോഴത്തേക്കും. ഞങ്ങളൊരു നാരോ വേ കൂടെയാണ് ആദ്യം ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് പോയത്. പിന്നെ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ നമുക്ക് അവിടത്തേക്ക് കുറച്ച് വഴിപാടിനായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചായിരുന്നു. ഈ കിഴി കെട്ടി വെച്ചിരിക്കുന്നത് ശരിക്കും അവിലാണ് കേട്ടോ. നേരെ അമ്പലത്തിലോട്ട് കയറിയപ്പോൾ ഒരു കൂട്ടർ, ഒരു വള്ളത്തിൻ്റെ ആൾക്കാർ വള്ളം അവിടെ എത്തി അവരെ വെൽക്കം ചെയ്ത് ഉള്ളിലോട്ട് കൊണ്ടുവരുന്ന ഒരു ദൃശ്യമായിരുന്നു നമ്മൾ ആദ്യമേ കണ്ടത്. അപ്പം ഞങ്ങളുടെ വള്ളം എത്തിയോന്നൊന്നും ഞങ്ങൾ കൺഫേം ചെയ്തു. പക്ഷെ എത്തിയിട്ടില്ലായിരുന്നു. അവർ അവിടെ നിന്ന് തിരിക്കാൻ പോകും, അതായത് അവരുടെ കടവിൽ നിന്ന് തിരിക്കാൻ പോകുന്നേ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറി ഫുൾ തൊഴുത്. തിരക്കൊന്നുമില്ലായിരുന്നു. എന്തോ ഭാഗ്യമായിരുന്നു, ഞങ്ങളുടെ സമയത്ത് തിരക്കൊന്നുമില്ലാണ്ട് നന്നായിട്ട് ഞങ്ങൾക്ക് ദർശനം കിട്ടി. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വള്ളം വരുന്ന കടവിലോട്ട് പോകാനായിട്ട് നിൽക്കുമായിരുന്നു.
നല്ലൊരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു. അവിടെ ഞങ്ങൾ നേരെ കടവിലോട്ട് പോയി. ആക്ച്വലി ബൈ ദാറ്റ് ടൈം നമ്മുടെ വള്ളവും ഏതാണ്ട് എത്താറായി എന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി കേട്ടോ. അപ്പോൾ ഇത് വേറൊരു വള്ളം വന്ന് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ഒരു കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ആംബിയൻസും ഭയങ്കര രസമാണ്. ഫുള്ളി വള്ളപ്പാട്ടും. ഇതിൽ ഞാൻ കുറേ വീഡിയോസ് ഞാൻ റോ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. വോയിസ് ഓവർ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങളുടെ വള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പാട്ടൊക്കെ പാടി ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു എന്താ പറയുക, ഒരു ബ്ലസ്ഡ് മൊമെൻറ്റിൽ നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ ഓട്ടോമാറ്റിക്കലി നമ്മളെ വൈബിലോട്ട് അങ്ങ് പൊക്കോണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ വഞ്ചിപ്പാട്ട് പാടി അവർ തുഴഞ്ഞിരുന്ന് വന്നുകൊണ്ടിരുന്നു കേട്ടോ. ശരിക്കും ഭയങ്കര രസമായിരുന്നു ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് അവിടെ നിൽക്കുമ്പോഴത്തേക്കും. അങ്ങനെ അവർ വഞ്ചിയൊക്കെ കരയ്ക്ക് അടുപ്പിച്ച് അവരെല്ലാവരും ഇങ്ങനെ ഇറങ്ങുകയാണ്. ബൈ ദ ടൈം അവരെ വെൽക്കം ചെയ്യാനായിട്ട് ഇന്നത്തെ സ്പോൺസേഴ്സ് അല്ലെങ്കിൽ ഈ വള്ളത്തിന് സ്പോൺസർ ചെയ്ത ആൾക്കാർ ആരാണോ അവരുടെ റിലേറ്റീവ്സ് അഷ്ടമംഗലം, അമ്മയോ ഭാര്യയോ അഷ്ടമംഗലം എടുത്തിട്ട് ഇവരെ സ്വീകരിക്കാനായിട്ട് കടവിൽ നിൽക്കും. ആൻഡ് അവിടെ നിന്ന് ചെണ്ടമേളത്തോടുകൂടിയും പാട്ടോടുകൂടിയൊക്കെയാണ് അവർ അമ്പലത്തിനുള്ളിലോട്ട് പ്രവേശിക്കുന്നത്. അതും ഞാൻ വോയിസ് ഓവർ ഒന്നും കൊടുക്കാണ്ട് അവരുടെ ആ ഒരു എക്സാക്ട് വീഡിയോ, എക്സാക്ട് ആ പാട്ടിൻ്റെ താളത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. കാരണം ശരിക്കും അങ്ങനെ നമ്മൾ കേട്ടിട്ടേ കാര്യമുള്ളൂ. അതാണ് ആ ഒരു ഫീൽ ഗുഡ് മൊമെൻറ്റ് നമുക്ക് സമ്മാനിക്കുന്നത് ശരിക്കും പറഞ്ഞ ഈ വീഡിയോസിലൂടെയൊക്കെ. അപ്പോൾ ഞാൻ കൂടുതലും അതായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് ബോറാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം എനിക്കത് എൻ്റെ വോയിസ് കയറ്റി അതിനെ കുളമാക്കാൻ തോന്നിയില്ല. അതാണ് മെയിൻ റീസൺ. അപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അവർ നേരെ വെൽക്കം ചെയ്യാനും ഈ വഞ്ചിപ്പാട്ടും വള്ളപ്പാട്ടൊന്നും അറിയില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ഇവരുടെ കണ്ടിന്യൂസ്ലി ഇത് കേട്ട് നമ്മൾ പോലും അത് പഠിച്ചു പോകും. കാരണം ആ ഒരു താളത്തിൽ അവരിങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കും നമുക്കും അതിൻ്റെ കൂടെ ചൊല്ലാനായിട്ടുള്ളൊരു ടെൻഡൻസി ആ ഒരു മൊമെൻറ്റിൽ നമുക്കവിടെ സ്വാഭാവികം ഉണ്ടാവുന്ന കാര്യമാണ്. കാരണം അവിടെയുള്ള എല്ലാവരും ഇതേപോലെ വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കും. കടവിൽ നിന്ന് നേരെ ഇതുപോലെ പാട്ടുപാടി അവർ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും. ആൻഡ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പടുക്ക കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഈ തുഴഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചതിന് ശേഷമാണ് ബാക്കി പാട്ട് തുടങ്ങുന്നത്.
അവർ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് തുഴഞ്ഞ വഞ്ചിയിലുണ്ടായിരുന്ന സാധനങ്ങൾ കാര്യങ്ങളൊക്കെ അവർ പടുക്ക കൂട്ടിയേക്കുന്നതിൽ വെക്കുന്ന ഒരു കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ അഷ്ടമംഗല്യം എടുത്തിട്ട് ആരതിയോടുകൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. തുഴയുന്ന നമ്മുടെ ആ ഒരു സംഭവമുള്ളൂ, എനിക്കെൻ്റെ പേരറിയില്ല. അപ്പോൾ ഓരോ വള്ളത്തിൻ്റെയും കാര്യങ്ങൾ ഇതേപോലെ അവർ ഓർഗനൈസ് ചെയ്ത് അടുക്കിയാണ് വച്ചിരിക്കുന്നത്. ശരിക്കും ഭയങ്കര നല്ല ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ആ ഒരു മൊമെൻറ്റിൽ നമ്മളവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു പാട്ടിൻ്റെ നാദവും അതുപോലെ ഇങ്ങനത്തെ കുറേ റിച്വൽസ് ഒക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ ആ ഒരു മൊമെന്റിൽ അങ്ങ് മെൽറ്റായി പോകും. അങ്ങനെ അമ്പലത്തിനുള്ളിലുള്ള പരിപാടി കാര്യങ്ങളെല്ലാം അവിടെ അവസാനിക്കുകയാണ്. ആൻഡ് അവിടെ നിന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പം ഈ കടവിൽ നിന്ന് നേരെ അവരെ വെൽക്കം ചെയ്ത് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം കഴിഞ്ഞിട്ട് അവിടുത്തെ കുറച്ച് പൂജാ കാര്യങ്ങളും പാട്ടും, ആക്ച്വലി മെയിൻലി പാട്ടാണ് ഇവിടെ, എല്ലാം പാട്ടുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അന്നദാന ഹാളുണ്ട്. ഓരോ ആൾക്കാർക്കും ഓരോ അന്നദാന ഹാള് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടാവുക. ഫുഡിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, അന്നദാനം എന്നല്ല, ആക്ച്വലി ഇത് വള്ള സദ്യയാണ്. 64+ ഇനം കറികളോട് കൂടിയാണ് ഇത് വിളമ്പുന്നത്. ഓരോ കറിക്കും അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും അതിൻ്റെതായ സ്പെഷ്യാലിറ്റി ഉണ്ട്. അവർ വള്ളക്കാർ ഓരോ കറികൾ ചോദിക്കുന്നത് ഓരോ പാട്ട് പാടിയിട്ടാണ് ഇതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്തത്. അടിപൊളി സാധനമായിരുന്നു ശരിക്കും പറയാം. ആൻഡ് കഴിക്കുന്നതിന് മുന്നേയും പാട്ടുണ്ടായിരുന്നു. സദ്യ എന്നും എൻ്റെ ഫേവറേറ്റ് ഫുഡ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കാണുമ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. ഞാൻ ഒരു അല്പം പോലും വേസ്റ്റ് ആയിട്ട് മൊത്തം കഴിച്ചു. ഈ സമയത്തോടെ പാട്ട് നടക്കുകയാണ്. ഞങ്ങൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഒന്ന് ചെറിയ ഷോപ്പിങ്ങിന് പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു. ആറന്മുള വന്നിട്ട് ആറന്മുള എന്താ ട്രേഡ് മാർക്കായ ഒരു കണ്ണാടി മേടിക്കാണ്ട് എങ്ങനെ നമ്മൾ തിരിച്ചു വരിക. ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരെണ്ണം ഉണ്ടായിരുന്നു. ആൻഡ് എൻ്റെ കൂടെ വന്ന ആൾക്കാരെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതും നമ്മളെ എന്താ പറയുക ട്രഡീഷണൽ മാർക്കാണ് ആറന്മുളക്കാരുടെ. അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ആ ഒരു മൊമെൻ്റാണ്. ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും കുറച്ച് നേരം അവിടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് കുറേ നേരം നമ്മളിങ്ങനെ നിന്നും. വെയിലായിരുന്നു, പക്ഷേ ഭയങ്കര എന്താ പറയുക ബ്ലെസ്ഡ് മൊമെൻ്റ് ആയിരുന്നു. ലൈഫിൽ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച സംഭവം നിറവേറിയതിൻ്റെ ഭയങ്കര സന്തോഷം എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.